ബ്രേക്ക് ഡ്രൈവ് ഇട്ടാ പിന്നെയും മാറ്റണം അല്ലേ? ഡ്രൈവ് ഇട്ടാ മാറ്റണം. സർവീസായി സെക്കൻഡ് സർവീസ്. പക്ഷെ ഇതിന്റെ ഒരു ഇനിഷ്യൽ ചാട്ടം കണ്ടപ്പോ ഞാൻ വെച്ച് പെട്രോൾ ആയിരിക്കും. ഡീസലാ എടുത്ത ഞാൻ പറഞ്ഞ ഡീസലാണെങ്കിലും പെട്രോളിന്റെ ഓറ. അതെ അതെ. ഇപ്പൊ എങ്ങോട്ട് പോകണം? റൈറ്റ് ഓടിച്ചു നമുക്ക് ഇച്ചിരി ഓഫ് റോഡൊക്കെ പോവാം. ഇത് ഞാൻ മുമ്പ് ഓടിച്ചതിന് എനിക്കൊന്ന് ഓട്ടോമാറ്റിക് ക്ലൈമാറ്റിക് കൺട്രോൾ ഇല്ലായിരുന്നു. പിന്നെ ഈ ഡിസ്പ്ലേ ഒക്കെ സാധാ മറ്റേ പഴയ താറിന് കണക്കുള്ളായിരുന്നു. മറ്റേതായിരിക്കും MX ബേസ് മോഡലായിരിക്കും. പക്ഷെ അതിന് സൺറൂഫ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അതിന് വീൽ കപ്പൊക്കെ ഉണ്ടായിരുന്നു. വീലിന്റെ അത് ഓർക്കുന്നില്ല. അലോയ്സ് ആണെന്ന് തോന്നുന്നു. അറിയാവുന്നതാണോ? ഇവിടെയുള്ള എല്ലാവരും അറിയാവുന്ന, പക്ഷെ എനിക്ക് അറിയത്തില്ലായിരിക്കും. അവർക്ക് നമ്മളെ അറിയാം. ഓക്കെ. ഇപ്പം ഇത് എത്ര ആളായി എടുത്തിട്ട്? ഇതിപ്പോ ഒരു 6 മാസം കഴിയുന്നു. എങ്ങനെയുണ്ട് ഒരു യൂസർ എക്സ്പീരിയൻസ്? യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഒരു കൊതി തോറി എടുത്ത സാധനം അത്. ലൈക്ക് പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടി. ഈ താറെന്ന് പറഞ്ഞൊരു പ്രാന്തായിരുന്നു. കുറെ നാളായിരുന്നു. ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പം നാട്ടിൽ വരും നമ്മളങ്ങനെ ആകെ ഒരു ഇന്നോവ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇച്ചിരി പണിഞ്ഞൊക്കെ ചെയ്തു. പക്ഷെ എപ്പോഴും പപ്പയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു താറ്. പിന്നെ നമ്മള് ലെഫ്റ്റ് എടുത്തു. നമ്മളങ്ങനെ എടുക്കാഞ്ഞത് ബിക്കോസ് ഇവിടെ ഇല്ലല്ലോ ആരും. ചുമ്മാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങോട്ട് നാട്ടിലോട്ട് ആയപ്പം ഈ താർ റോക്സിന്റെ ഒരു ഇത് വന്നു, ലീക്ക് എന്തോ വന്നു ഇന്റർനെറ്റ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തോ റിലീസ് ആയിരുന്നല്ലോ. അപ്പൊ അവരൊന്നും ഫോട്ടോ ഒന്നും ഇട്ടുന്നില്ല. അപ്പൊ ഞങ്ങള് ഈ ഫോട്ടോ ഒന്നും കാണാതെ പേരുണ്ട് ഫൈഡോറാന്ന് അറിഞ്ഞ് നമ്മൾ സാധനം അങ്ങ് എടുത്ത് പ്രീ ബുക്ക് ചെയ്ത് ഞാൻ എവിടെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞ് അവര് പറഞ്ഞു ഓക്കെ 20K അടച്ചാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. അപ്പൊ ഫസ്റ്റ് ബാച്ചിനകത്ത് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയൊക്കെയാണ്. അതിനകത്ത് എന്ത് മോഡൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഓഫ് റോഡ് മോഡൊക്കെ 4x4 ആണോ അതോ? അല്ല, ഇത് 2x4 ഞാൻ ഇടുന്നത്. നമുക്ക് അങ്ങനെ ഓഫ് റോഡിന്റെ ആവശ്യമില്ലായിരുന്നു അതിനകത്ത്. പക്ഷെ എന്തോ മോഡൊക്കെ ഉണ്ട്. കേപ്പബിൾ ആണല്ലേ? അന്നേരം ലൈക്ക് മറ്റേ 4 ലോ ഹൈ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നില്ല. ഇല്ല. ഇതിപ്പോ എണ്ണപ്പനത്തോട്ടാണോ? എണ്ണപ്പനത്തോട്ടം. ഇവിടെ അത്യാവശ്യം ഓഫ് റോഡാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഓഫ് റോഡിന് പോകുന്നു. ജീപ്പൊക്കെ എടുത്തോണ്ട്. വ്യൂ കൊള്ളാം. വ്യൂ നൈസ്. ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടുണ്ട്. അങ്ങോട്ട് ഈവൻ ബാഡ് റോഡ്സ് ആയിട്ട് സസ്പെൻഷൻ ബെറ്റർ ആണ്. അത്യാവശ്യം എല്ലാം കുഴപ്പമൊന്നും കംഫർട്ട് ഉണ്ട്. പിന്നെ ഞാൻ ഓർത്തത് ഇത് മെയിൻലി 2x4 എടുത്ത പിന്നെ നമ്മൾ ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാൻ വൈറ്റ് ഇന്റീരിയർ ആണെന്ന് അറിഞ്ഞപ്പോ പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആണെന്ന് പറഞ്ഞു. ഇപ്പഴേ അന്ന് ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് അടിച്ച സാധനം. അതെ അതെ. നമ്മൾ ഇത്രയും കെയർഫുൾ ആയിട്ടുണ്ടല്ലേ, എന്തോ ഒക്കെ എല്ലാ സ്ഥലത്തും ഇച്ചിരി മങ്ങിയിട്ടും കൈ പിടിച്ചാലും ഇച്ചിരിയൊക്കെ അടിച്ച് മങ്ങി ഇവിടെയൊക്കെ കിടപ്പുണ്ട്. സൺറൂഫിന്റെ അവിടെയും അവിടെ എല്ലാം ഇച്ചിരി ഇച്ചിരിയൊക്കെ ആകുന്നുണ്ട്. ഇതിപ്പോ എവിടെ ചെല്ലും ഇങ്ങനെ കറങ്ങി താഴോട്ട്? നമ്മളിപ്പം കറക്റ്റ് എണ്ണപ്പനയുടെ നടുക്കോട്ട് പോവുക. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം. ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ്. അപ്പൊ അത് ഞാൻ ഒരു ഹെലിപാഡ് പോലൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നിട്ടുണ്ട്. മറ്റേ മടത്തറ നമ്മളൊരു അമ്പലത്തിന്റെ ഒരു ആർച്ച ആണല്ലേ, അവിടെ നിന്ന് റൈറ്റ് കയറി. ആണോ? അകത്തോടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമുക്ക് വലിയ പിടിയൊന്നും ഇല്ല. നമുക്കറിയാവുന്ന ചില റോഡുകളുണ്ട്, ചില സ്പോട്സുകളുണ്ട്. ആ മറ്റേ വെള്ളച്ചാട്ടം ഇല്ലടാ അവിടെ, അവിടെ ഉണ്ടോ ഇപ്പൊ? വെള്ളം കാണത്തില്ല. ഇപ്പം ട്രൈ അല്ലെ
നല്ല വെള്ളമുള്ള സമയത്ത് ഒരു നല്ല സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് 2 ലിറ്റർ ഡീസലാവും 2.2. ഇതിന്റെ സ്പോർട്ട് മോഡ് അപ്പോൾ അതിന്റെ ഇതൊക്കെ ഡിസ്പ്ലേ പവറിലും വേരിയേഷൻ ഉണ്ട്. ഒരു ചാട്ടമൊക്കെ വരും. നേരത്തെ ത്രോട്ടിൽ റെസ്പോൺസ് അല്ല. ട്രെയിനിന്റെ കൂടെ പോകുമ്പോൾ കാല് കൊടുക്കുമ്പോൾ കയറിക്കോളും. ഷൂ ഇപ്പൊ എത്ര ഓടിയിട്ടുണ്ട്? 10K ആന്ന്. പോണം. അവര് പക്ഷെ ആകെ എനിക്ക് ഇവരുടെ സർവീസ് വലിയ ഇഷ്ടപ്പെട്ടില്ല. എവിടുന്നാ എടുത്തതൊക്കെ? ട്രിവാൻഡ്രത്ത് SS മഹീന്ദ്രയില്. അവിടെ അവരുടെ സർവീസ് കൊള്ളില്ല. സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. ബിക്കോസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോ നമ്മളിവിടെ ഒരു സ്പോട്ടൊക്കെ ഇതുണ്ട്, എന്ത് സാധനം ഇവിടെ സൂപ്പർ ഗ്ലൂ അത് വന്ന്. പിന്നെ ഞാൻ ഡോറിന്റെ ഫ്രെയിമിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞായിരുന്നു, ആ ഡോറ് മാത്രം അടയുമ്പോ ഉണ്ടല്ലോ ബുഷിന് എന്തോ സീനുണ്ട്, നമ്മുടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അടച്ചാലേ അടയത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞു അതിനും ഒരു മാറ്റമില്ല. അതിപ്പോ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ അവര് സെക്കൻഡ് സർവീസിന് കഴിയുമ്പോ എല്ലാം ശരിയാക്കി തരാന്നാ പറഞ്ഞു. ഹോപ്പ്ഫുള്ളി ഈ വശം പോകുമ്പോ ഇനി അടുത്ത ആഴ്ച എല്ലാം ഓണം കൊണ്ട് കൊടുക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനെ സീനൊന്നുമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം ഓക്കെയാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഇങ്ങനെ എണ്ണപ്പരത്തോട്ടം. ഇത് അത്യാവശ്യം ഇങ്ങനെ മേളിലോട്ട് പോട്ടോ. മേളിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതൊരു മേസ് പോലെ, അതാ പ്രശ്നം. നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പാടാ. അറിയാത്തവര് പോയോ പെട്ട്. അതൊക്കെ എന്താ ഈ റൂട്ടൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ടോ? ഗൂഗിൾ മാപ്പ് ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ കയറുമ്പോ ഗൂഗിൾ മാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിലെ കൂടെ അടുത്തൂടെ നോക്കുക. ഇവിടെ ഓഫ് റോഡ് ആക്കാം. ഇങ്ങനത്തെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റിയറിംഗ് നല്ല സ്മൂത്താ. ആണെന്ന് ഞാൻ മറ്റേ അന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് നീക്കാൻ പറ്റും. നമ്മുടെ ഫോർച്യൂണറിന്റെ അത് പറ്റത്തില്ല. അത് ഹൈഡ്രോളിക്കും ഇത് ഇലക്ട്രോണിക്കും. ഇതെന്നേരം ബാക്ക് വീൽ കൊണ്ട് കറങ്ങുമോ ഈ വണ്ടി? നേരെ പെട്ടെന്ന് കാലം എടുത്തു കഴിഞ്ഞാൽ ട്രാക്ഷൻ ഓഫ് ആക്കാൻ പറ്റും. അങ്ങനെ പറ്റുമോ? കറക്കാൻ പറ്റുമോ? ഇത് കറക്കാൻ പറ്റുമായിരിക്കും. അവന്റെ വണ്ടികളല്ലേ ഞാനാ കറക്കുന്നത്. പറ്റും. ഓഫ് ആക്കി ഇടണം. ട്രാക്ഷൻ ആയിരിക്കും. ബ്രോ വെളിയിൽ നിന്ന് ഒരു വീഡിയോ എടുത്തോ. എൻ്റെ എടുത്തോ. ബ്രോയുടെ ഐഫോൺ എടുത്താൽ ഇപ്പൊ സംഭവം കിട്ടി. ഓക്കെ നോക്കട്ടെ വീഡിയോ. പക്ഷെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു റൗണ്ട് കൂടെ കറങ്ങി എടുക്കുക. അവന്മാര് അത് നമുക്ക് പണിഞ്ഞത് നീ കാരണം അവന്മാര് പണിഞ്ഞത്. അൺലോക്ക് എങ്ങനെയാണ് ഡോർ? അത് അതിനകത്ത് തന്നെ. ഇതിന്റെ അകത്തോ? ഇതില് തുറന്നു.